ലോക്സഭാ മണ്ഡലങ്ങളുടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുന്നു. ഇന്ന് അശ്വമേധം തിരുവനന്തപുരത്തെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ തിരുവനന്തപുരത്ത്. ഹലോ, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനും ജാക്കിയും യാത്ര ആരംഭിക്കുന്നു. വെൽക്കം ടു റിപ്പോർട്ടർ അശ്വമേധം. നമ്മളുള്ളത് തലസ്ഥാന നഗരിയിലാണ്. മനസ്സ് സമാധാനം ശുദ്ധമാണെങ്കിൽ നമുക്ക് വേറെ ഞങ്ങളുടെ ഈ കുതിരയുടെ പേര് ജാക്കി എന്നാണ്. ജാക്കിയെ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഓരോ മണ്ഡലത്തിൽ ചെല്ലുമ്പം ജാക്കി ഏത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയുന്നത് ആദ്യം നമ്മൾ നോക്കും. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്തിയപ്പോൾ ഇത് ഇടത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതിന് പ്രവചന സാധ്യതയാണ്. അരുണിന്റെ കൈയോട് ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ സന്തോഷം. ഇവിടെ പച്ചല്ല, പറ്റല്ല. ഇവിടെയെല്ലാം കൃത്യമായിട്ട് അലീനടുത്ത് കൃത്യമായ കണക്കുണ്ട്, വലിയടുത്ത് പൈസ കൊടുക്കും. ഒരു കാലത്ത് ഫുട്ബോൾ പ്ലെയർ ആണെന്ന് മാത്രമല്ല, ഫുട്ബോളിനെ കുറിച്ച് ആധികാരികമായ വിശകലനം നടത്തുന്ന ഒരു കമന്റേറ്റർ കൂടിയായിരുന്നു. അതെ. ഈ മുടി ഡൈ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചോ? മുടിയിൽ മാത്രമേ ഉള്ളൂ നര, ഉള്ളിൽ നല്ല ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിന്റെ കരുത്തും പഴയ പടത്തിൽ ഒരു മാലയിട്ട ചരിത്രവുമാണ് കരുത്ത്. അലി അതെ, തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ അശ്വമേധം ആരാണ് പിടിച്ചു കെട്ടാൻ പോകുന്നത്? പന്ന്യൻ രവീന്ദ്രനാണോ രാജീവ് ചന്ദ്രശേഖരാണോ എന്നതാണ് ചോദ്യം. 3 സ്ഥാനാർത്ഥികളും നന്നായിട്ട് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും പന്ന്യൻ രവീന്ദ്രൻ ഒരു മുൻകൈയിലേക്ക് വരുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ മതേതരത്വം, അതിനൊരു പോറൽ പോലും ഉണ്ടാകാതെ അത് കാത്തു സൂക്ഷിക്കുവാൻ ഉള്ള ഒരു സംവിധാനമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കാണുന്നത്. എൻ്റെ ഒരു ബേസിക് ഫിലോസഫിയാണ്, നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ ജീവിക്കും. പക്ഷേ അത് വേറെ ആരും ദോഷം ചെയ്യാത്ത രീതിയിൽ ചെയ്യണം. എല്ലാ മനുഷ്യനും ഗുണങ്ങളുണ്ട്, എല്ലാ മനുഷ്യർക്കും ദോഷമുണ്ട്, ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കാണുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ശ്രീ പന്ന്യൻ രവീന്ദ്രനും ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് ഓഫർ ചെയ്യട്ടെ. ജനാധിപത്യത്തിന് അർഷം ജനങ്ങൾ എല്ലാവരും കണ്ടിട്ട് തീരുമാനിക്കട്ടെ ആരാണ് അവർ പ്രതിനിധിയാവാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ്, ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇംഗ്ലീഷ് വാക്കൊന്നു പറയണം. പറയുന്നു ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ്, അതാണ് ഒരു വാക്ക്. ഇനി ഒരു കാര്യം കൂടി, ഇതെന്താ സംഭവം? ഇതൊരു എയർ പ്യൂരിഫയർ ആണ്. സാധാരണ ലോക്കറ്റിൽ ശിവൻ, വിഷ്ണു, രുദ്രാക്ഷം ഇതൊക്കെയാണ്. ശശി തരൂരിന്റെ ലോക്കറ്റിൽ കിടക്കുന്നത് എയർ പ്യൂരിഫയർ ആണ്. പതിവ് എനർജിയിൽ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ ഓൾവേസ് എനർജറ്റിക്, ശശി തരൂർ ഓൾവേസ് എനർജറ്റിക്, പന്ന്യൻ രവീന്ദ്രൻ ഓൾവേസ് എനർജറ്റിക്. ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് എന്നുള്ളത് മണ്ഡലത്തിൽ വന്നപ്പോൾ തന്നെ ഫീൽ ചെയ്തു. അപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായും താങ്കൾ ജനങ്ങൾക്ക് അറിയാതെ കൊടുക്കുന്നൊരു പ്രോമിസ്, നെക്സ്റ്റ് ടേം മോദി അധികാരത്തിലെത്തിയാൽ താങ്കൾ വീണ്ടും മന്ത്രിയാകും എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിന് സേവ ചെയ്യാനും നമ്മുടെ ഇന്ത്യന് സേവ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടുന്നു. എനിക്ക് ഉറപ്പുണ്ട്, ഒരു വിശ്വാസമുണ്ട്. പോളിറ്റിക്സ് രാഷ്ട്രീയം എനിക്കൊരു ലൈഫ് സ്റ്റൈലല്ല. എനിക്ക് ഇതൊരു ജനസേവ, രാജ്യസേവ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് ഞാൻ 18 കൊല്ലം ജീവിച്ചത്. ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നമ്മൾ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ തന്നെയായിരിക്കും. ആ വ്യത്യാസമേ ഇല്ല. ഹാവ് എ വണ്ടർഫുൾ ഡേ സർ.